മലപ്പുറത്തേര് സുന്ദരിയായ നടി വന്നാലും സുന്ദരനായ നടൻ വന്നാലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൂടെ തിളങ്ങിയ ആര് വന്നാലും അല്ലേ, അത്യാവശ്യം അറിയപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ അവരെ ഇഷ്ടപ്പെടുന്നവരാണ് തീർച്ചയായിട്ടും തള്ളി വരും. ഏ അത് മലപ്പുറത്തേരെ ഒരു സ്നേഹമാണ്. നമുക്ക് സ്നേഹിക്കാനേ അറിയുള്ളൂ. മലപ്പുറത്തേരെ ഒരു രീതി അതാണ്. അതുകൊണ്ടാണ് ഇത്രയും ജനം ഇവിടെ കണ്ടില്ല നിങ്ങൾ. പ്രത്യേകിച്ച് സ്കൂളുള്ള ദിവസം കൂടിയായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്നലെ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് കരുവാങ്കല്ലിൽ വന്ന പ്രശസ്തർ ആരാണ് എന്നുള്ളതാണ് ഈ വീഡിയോകളിലേക്ക് ഞാൻ എത്തിക്കുന്നത്. അപ്പോൾ ആരായിരിക്കും എന്നാണ് നിങ്ങളൊന്ന് ഗസ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പറയട്ടോ. കണ്ടോ, കുട്ടികളൊക്കെ ഇത്രയും തള്ളിക്കേറി വരണമെന്നുണ്ടെങ്കിൽ ആരായിരിക്കും വന്നിട്ടുണ്ടാകുക? ആരാകും? മനസ്സിലായോ? ഇതാ വാൻ ജനസാഗരമാണ് ഈ വണ്ടിക്ക് അരികിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർ വന്നപ്പോൾ, ഉദ്ഘാടന സമയത്ത് വന്നപ്പോൾ ഒരുപാട് ജനങ്ങളുണ്ട് കേട്ടോ. പ്രത്യേകിച്ച് ഈ താത്തമാരും ഒക്കെ ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആരാന്ന് വെച്ചാൽ നമ്മളെ കൊമ്പങ്കാട്ടെ കോയും കുഞ്ഞാപ്പുമാണ്. ഈ കൊമ്പങ്കാട്ടയും കോയും കുഞ്ഞാപ്പും വന്നാൽ നിനക്കറിയാലോ, ഏത് സ്ഥലത്തും അത്യാവശ്യം ജനങ്ങളൊക്കെ തിങ്ങിക്കൂടുന്നതാണ്. അപ്പോൾ കുറച്ച് ദിവസം മുന്നേ ഞാൻ പരിയാപുരം ഫെസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു. തിരൂര് ഇവർ വന്നതായിരുന്നു കേട്ടോ. അന്ന് കണ്ട ജനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത കാലത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല ഒരു പരിപാടിക്ക്. അന്ന് കുറേ ആളുകൾ കമൻ്റ് ഇട്ടിട്ട് ചൊറിഞ്ഞിട്ടുണ്ടായിരുന്നു. വേറൊന്നും അല്ല, അവർ പറഞ്ഞ കാര്യം ഇതാണ്: ഇത് ശരിക്കും പറയുന്നുണ്ടെങ്കിൽ അവിടെ ഫെസ്റ്റിന് വന്ന ആളുകളാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവർ വരുന്നിടത്തൊക്കെ ജനങ്ങൾ തള്ളിക്കൂടുന്നുണ്ട്. ഇവിടെയൊക്കെ ഭയങ്കര ജനം. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഇവർ എവിടെ വന്നാലും ഇവരെ നെഞ്ചിലേറ്റിയിട്ടുണ്ട് ജനം. അത് നിങ്ങൾ മനസ്സിലാക്കുക. വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് ആർക്കും ചൊറിഞ്ഞിട്ട് കാര്യം ഒന്നുമില്ല. അതായത് കഴിവുണ്ടെങ്കിൽ വ്യത്യസ്തമായ രീതിയിൽ അത് അവതരിപ്പിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയാൽ ജനങ്ങൾ ഏറ്റെടുക്കും. അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ് ഈ കൊമ്പങ്കാട്ട് കോയി കുഞ്ഞാപ്പ്. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഇവർ ഈ കലാരംഗത്തൊക്കെ എത്തിപ്പെട്ടിട്ടുള്ളത്. പിന്നെ ഒരു പരസ്യം എങ്ങനെ ജനങ്ങളെ ബോറടിപ്പിക്കാതെ കാണിക്കാം എന്ന് നമുക്ക് കാണിച്ചു തന്നതാണ്. ഇന്ന് കേരളത്തിൽ ഇവർക്കാണ് ഏറ്റവും കൂടുതൽ പരസ്യം ചെയ്തിട്ട് എന്താ പറയുക, ജനങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടായിട്ടുള്ളത്. ജനങ്ങൾ അത്ര ഏറ്റെടുക്കുകയാണ്. പിന്നെ എവിടെ ചെന്നാലും ഇവർക്ക് ഇതാണ് അവസ്ഥ. ജനങ്ങളിങ്ങനെ കൈയൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. ഞങ്ങൾ അത്രയും സ്നേഹമാണ് എല്ലാവർക്കും എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും ഇത് വന്നത് മലപ്പുറം ജില്ലയിലെ കരുവാങ്കലിലായിരുന്നു ഇന്നലെ. നല്ലൊരു സന്തോഷം നിറഞ്ഞ എന്താ പറയുക ഒരു ദിവസമായിരുന്നു എല്ലാവർക്കും കേട്ടോ. എല്ലാവരും ഹാപ്പി ആക്കിയിട്ടുണ്ട്. കാരണം എല്ലാ കുട്ടികൾ മുതൽ വലിയ വലിയ ആൾക്കാർ വരെ സെൽഫിയൊക്കെ എടുത്ത്, ഇവരാണെങ്കിൽ പാട്ടും പാടി കുറേ തമാശകളൊക്കെ പറഞ്ഞ് മാക്സിമം ജനങ്ങളെ അവിടെ പിടിച്ച് നിർത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ആദ്യം തന്നെ അവർ പറയുന്നുണ്ട് വലിയ പാട്ടുകാരൊന്നുമല്ലാന്ന്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പാട്ടിട്ടപ്പോൾ അതിനും കുറേ ട്രോളിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇവർക്ക് കഴിവിലൊക്കെ ചില കഴിവിൽ പരിമിതികളുണ്ടാവും. പക്ഷേ ഇവർക്ക് ചെയ്യാൻ പറ്റുന്ന പോലെ അവർ ചെയ്യുന്നു. പക്ഷേ അത് ഞങ്ങൾ വലിയ സംഭവമാണെന്ന് ഇവർ ഒരു വേദിയിൽ വന്നിട്ടും പറയാറുമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് ഇവരോടുള്ള ഇഷ്ടം കൊണ്ടാണ് ഞാൻ ഇത്രയും സംസാരിച്ചത്. അത് മാത്രമല്ല, ഞാനൊരു വീഡിയോ ഇവർ ഇടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അടിയിൽ വന്നിട്ട് നല്ല പച്ചത്തേറി പറയുന്ന ആളുകളോടൊക്കെ എനിക്ക് ഇങ്ങനെ അതിൻ്റെ കൃത്യമായൊരു ക്ലാരിഫിക്കേഷനാണ് തരുന്നത്. ഇവർ എവിടെ വന്നാലും ജനങ്ങൾ വരും. അതിനിപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. എന്തായാലും ഇവർക്ക് എല്ലാവിധ സപ്പോർട്ടും എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ഞാൻ ഇതിൻ്റെ മുന്നേ ഇവരെ വീഡിയോ ഒത്തിരി ഇട്ടിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിൽ. അത് മാത്രമല്ല, എനിക്ക് ഇവരെ ഒരുപാട് ഇഷ്ടം കൂടിയാണ്. എന്നാലും കൊമ്പങ്കാട്ട് കോയിനെയും കുഞ്ഞാപ്പൂനെയും സ്നേഹിക്കുന്ന ജനസാഗരമായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് കരുവാങ്കലിൽ വന്നിട്ടുണ്ടായിരുന്നത്. എന്താ കണ്ടില്ല നിങ്ങൾ? എല്ലാവരും ഒരുപാട് പേര് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന 2 പേര് കേട്ടോ, ഇഷ്ടപ്പെടുന്നവരുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ഫെസ്റ്റിനൊന്നും വന്നതല്ല, കൊമ്പങ്കാട്ട് കോയിനും കുഞ്ഞാപ്പൂനെയും കാണാൻ വേണ്ടി വന്നവരാണെന്നുള്ളത് നിങ്ങൾ ഓർക്കുക. ഓർത്തിട്ട് തെറി പറയുക. ഓക്കെ, എല്ലാവർക്കും